ഹായ്, ഇന്ന് ഞാനൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. 29 വയസ്സുള്ള ഒരു ലേഡി, അവളുടെ അമ്മ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നുള്ളൊരു അസുഖം ബാധിച്ച് മരിച്ചുപോയി. അവളുടെ ലൈഫിൽ അവളുടെ മാരേജ് ഫെയിലായി, ഡിവോഴ്സ്ഡായി, ഒരു സിംഗിൾ മമ്മാകേണ്ടി വന്നു. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൊണ്ട് അവൾ ജീവിച്ചു പോകുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് അവൾക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ, ലൈക്ക് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവൾ എഴുതുമായിരുന്നു, സ്റ്റോറീസ് എഴുതും. അവൾ എഴുതുന്ന ഈ സ്റ്റോറി അവൾക്ക് പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവളൊരു പബ്ലിഷറിൻ്റെ അടുത്ത് ചെന്നു. 29-ാമത്തെ വയസ്സിൽ അവൾ ആദ്യമായിട്ട് അവളുടെ എഴുതിയ സ്റ്റോറി അവർക്ക് കൊടുത്തു. അവർ റിജക്റ്റ് ചെയ്തു. രണ്ടാമത് കൊടുത്തു, രണ്ടാമത് വേറൊരു സ്ഥലത്ത് കൊടുത്തു, മൂന്നാമത് കൊടുത്തു, നാലാമത് കൊടുത്തു. അങ്ങനെ 12 തവണ അവൾ കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആരെ പറ്റിയാണ് പറയാൻ പോകുന്നതെന്നല്ലേ. അങ്ങനെ 12 തവണ റിജക്റ്റ് ചെയ്ത അവളുടെ സ്റ്റോറി 13-ാമത്തെ പബ്ലിക്കേഷൻസിൽ അവൾ അപ്രോച്ച് ചെയ്തപ്പം ബ്ലൂംസ്ബറി പബ്ലിക്കേഷൻസ് അവർ ഈ ബുക്ക് അവൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തു. ആ ബുക്കിൻ്റെ പേരാണ് ഹാരി പോട്ടർ. ഇന്ന് 500 മില്യൺ പ്ലസ് ബുക്ക് സോൾഡ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഓതേഴ്സായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് JK റൗളിംഗ്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതും പറയാൻ വരുന്നതും റിജക്ഷൻസിനെ പറ്റിയാണ്. നിങ്ങളുടെ ഒക്കെ ലൈഫിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ റിജക്ഷൻസ് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലേ. എൻ്റെ ലൈഫിലും, നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ലൈഫിലും ഒരുപാട് റിജക്ഷൻസ് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതെൻ്റെ സ്കൂളിൽ നിന്നായിരിക്കാം, പഠിച്ച സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന്, ജോലിയിൽ നിന്ന്, അങ്ങനെ പല റിലേഷൻഷിപ്പിൽ നിന്ന്. അതൊരു ഫാമിലി ആണെങ്കിൽ ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള സ്ഥലത്ത് നിന്ന്, അങ്ങനെ പല ടൈപ്പ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ബൈ ദ വേ, ഞാൻ ഹാരി പോട്ടർ വായിച്ചിട്ടില്ല, മൂവി കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതൊരു വായിച്ചിട്ടില്ല. ഇവിടെ എൻ്റെ മോന് ഹാരി പോട്ടർ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഹീസ് എ ഗ്രേറ്റ് ഫാൻ. അവനിത് ഇനി വായിക്കുന്നത് 3-ാമത്തെ തവണയാണ്, ഫുൾ ബുക്ക്. അപ്പം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്ക്. JK റൗളിംഗ് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ നിങ്ങൾ ആ പേര് പോലും കേൾക്കില്ലായിരുന്നു. അപ്പം റിജക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല ആളുകൾക്കും റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അവിടെ വെച്ചിട്ട്, എൻ്റെ ലൈഫിൽ ഇതൊരു റിജക്ഷനാണ്, ഇതിൽ നിന്ന് ഞാൻ എന്ത് ലെസ്സാണ് ലേൺ ചെയ്യുന്നത്, എൻ്റെ ലൈഫ് പർപ്പസ് ഇതാണോ, അല്ലെങ്കിൽ നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുക. ഇഫ് ഐ സ്റ്റോപ്പ് നൗ ഐ ലൂസ് എവ്രിതിങ് എന്നാണ് JK റൗളിംഗ് പറഞ്ഞത്. ഏത് മോഡ് ഓഫ് നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റേജിലെടുത്താലും റിജക്ഷൻസ് നിങ്ങൾ അറിഞ്ഞോ അറിയാതോ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കും. 10 പേരെ വിളിച്ച ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ഒരാളായിരിക്കും സെലക്ട് ആവുന്നത്, ബാക്കി 9 പേരും റിജക്റ്റായി. ഇറ്റ് ഡസൻറ്റ് മീൻ ആ 9 പേർക്കും കഴിവില്ല എന്നല്ല, അവർക്ക് ഉള്ള ലൈഫ് പേർപ്പസ് അതല്ല എന്നാണ്. അപ്പം 12 പബ്ലിഷേഴ്സ് റിജക്റ്റ് ചെയ്തിട്ടും JK റൗളിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോയത് അവൾ ആ റിജക്ഷനെ അക്സെപ്റ്റ് ചെയ്ത് സിംഗിൾ മമ്മായി പെൻഷൻ വാങ്ങി, ഗവൺമെൻറ് പെൻഷൻ വാങ്ങി അവൾ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. എന്നെ ആരും എടുക്കുന്നില്ല, എൻ്റെ ബുക്കിനി റണ്ണാകത്തില്ല, എൻ്റെ പബ്ലിക്കേഷൻ ഒരു സ്വപ്നം മാത്രമാണ് എന്ന് ചിന്തിച്ച് JK റൗളിംഗ് വീട്ടിലിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഹാരി പോട്ടർ വായിച്ചിരിക്കുമോ? എന്നോട് പറ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റോറിയാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോഴെടുത്ത് ഒന്ന് വായിച്ച് നോക്കുക. സോ റിജക്ഷൻ ഈസ് നോട്ട് ആൻ എൻഡ് ഓഫ് എനിത്തിങ്, സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റാർട്ട്. ഇത് വേറെ ആരും പറഞ്ഞല്ല, ഞാനിപ്പോൾ പറഞ്ഞതാണ്. അപ്പം ഒന്ന് ഓർത്ത്, നിങ്ങൾ ചുറ്റുമുള്ള ഒരു കാര്യത്തെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നിങ്ങൾ റിജക്റ്റ് ചെയ്ത റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ റിജക്റ്റ് ചെയ്ത നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോയാലും റിജക്ഷൻ ഈസ് നോട്ട് ആൻ എൻഡ്. ഓൺലി നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അവിടെ മാറ്റർ. സംടൈംസ് റിജക്ഷൻ ഈസ് എ റീഡയറക്ഷൻ. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, സംടൈംസ് റിജക്ഷൻ ഈസ് എ റീഡയറക്ഷൻ. കുറച്ച് നാൾ കഴിഞ്ഞ്
നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ആ റിജക്ഷൻ സംഭവിച്ചത് കൊണ്ടാണ് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായതെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയും. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ഇതുപോലെ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങൾ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. അത് എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും ഒരു പ്രചോദനമാണ്. നിങ്ങൾ റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് മൂവ് ആകാൻ സമയമായി, നിങ്ങളുടെ ലൈഫ് റീഡയറക്റ്റ് ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ സംതിങ് യു നീഡ് ടു വർക്ക് ഓൺ എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മെൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടെക്സ്റ്റ് മെസ്സേജായോ വാട്സാപ്പായോ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റോറീസ് പറയുമ്പം നിങ്ങൾ മിസ്സായി പോകും. ഹാവ് എ ഗ്രേറ്റ് ഡേ. സ്റ്റേ ട്യൂൺഡ്. See you next time. Bye-bye.